ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു തട്ടിക്കൂട്ട് ബർഗർ കണ്ടാൽ ബർഗറോ സാൻഡ്വിച്ചോ എന്തെങ്കിലും ആട്ടെ. ഇവിടെ പിള്ളേർക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കൊടുത്താണ് അവരെ വെജിറ്റബിൾസ് ഉള്ളിലാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ക്യാബേജ് കുറച്ച് കനം കുറച്ചരിഞ്ഞതും ക്യാരറ്റും കനം കുറച്ചരിഞ്ഞതും ഒരു സവാളയും പിന്നെ ക്യാപ്സിക്കവും കൂടെ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മയണൈസും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വരവി അങ്ങ് മാറ്റി വയ്ക്കുകയും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർ എത്ര വെജിറ്റബിൾസ് കഴിക്കാത്ത പിള്ളേരും അതങ്ങ് കഴിച്ചോളും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിനകത്തോട്ട് ഇട്ട സാധനങ്ങൾ ഒന്നുകൂടെ പറയാവേ: ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മയണൈസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ബന്നെടുക്കുക. നമ്മളിപ്പോൾ ബർഗറിൻ്റെ മോഡൽ ബന്നും ബ്രെഡായാലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 ബന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ നടുവിലൂടെ കീറി നമ്മൾ പിന്നെ ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രൈ പാനുള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ കേട്ടോ. എൻ്റെ ഫ്രൈ പാനിൻ്റെയൊക്കെ കോട്ടിങ് ഇളകിപ്പോയിട്ട് ഞാൻ ദോശക്കല്ലിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഇനിയും ഒന്നും കൂടെ ചൂടാക്കുന്നുണ്ട്. ജസ്റ്റ് ആ ബട്ടർ ഒന്ന് അതിനകത്തോട്ട് പിടിച്ചൊന്നും മുരിഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ ബർഗർ ബണ്ണെല്ലാം ചൂടാക്കുകയാണ് ഓരോന്നോരോന്നായിട്ടെടുത്ത്. പിന്നെ ഒരു കാര്യം, മയണൈസൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി അതിനകത്ത് തേക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇടാമേ. ഇത് ഞാൻ ഇപ്പം വെജിറ്റബിൾ മയണൈസ് കടയിൽ നിന്ന് മേടിച്ചതാണ് ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ബന്ന് ഓരോന്നോരോന്നായിട്ട് ചൂടാക്കി മാറ്റി വെക്കുകയാണ്. ഇവിടെ പിന്നെ ബർഗറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിള്ളേർ പിന്നെ അടുത്തുനിന്ന് മാറത്തില്ല കേട്ടോ. ഞാനിത് വെജിറ്റബിൾ ബർഗറാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ചിക്കനൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കനാണെങ്കിൽ പുഴുങ്ങിയോ ഫ്രൈ ചെയ്തതോ ചുമ്മാ നമ്മൾ അരിഞ്ഞതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ പക്ഷേ അതൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കില്ല. അപ്പോൾ ഈ ടൊമാറ്റോ സോസും മയണൈസും ഹെൽത്തി ആണോ എന്ന് ചോദിക്കല്ലേ. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം മയണൈസും ടൊമാറ്റോ സോസൊക്കെ. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. ഇപ്പം ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ബർഗർ പോലും ബന്നൊക്കെ ചൂടാക്കി അവിടെ വെച്ച് എന്നിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും മയണൈസും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു ലീഫും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ ലീഫാണ് ലാക്ടസ് ലീഫ് എന്നാണ് പറയുന്നത്. നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ ലെക്ടൂസോ അങ്ങനെ കണ്ടെന്തോ പേര് പറയുന്നത്. അപ്പോൾ അത് പിള്ളേർ പച്ചയ്ക്ക് തിന്നാൻ കേട്ടോ. റോ ആയിട്ട് തിന്നാൻ പറ്റിയൊരു ഇലയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചൂടാക്കിയ ബന്നിലോട്ട് നമ്മൾ ടൊമാറ്റോ സോസും മയണൈസും കൂടെ ചേർത്ത് മിശ്രിതം തേച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു ചീസും കൂടി ഇതിൻ്റെ കൂടെ വെക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചീസും കൂടെ വെച്ചിട്ട് നമ്മൾ ദോശക്കല്ലിൽ വെച്ച് അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി 2 സൈഡും ചെറുതായിട്ട് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബർഗർ ചൂടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് തീ കൂട്ടിയിട്ട് ചൂടായത് ഇത് ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊരിച്ച് അതിനകത്ത് വെച്ചാൽ ഇതിൻ്റെ കൂടെ പിള്ളേർ കഴിച്ചോളൂ. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ വെജിറ്റബിൾസ് മാത്രം തിന്നുന്നതിനെക്കാട്ടി ഞാൻ ഒരു 2 മുട്ട എടുത്ത് അതിനകത്ത് കുരുമുളക് ഉപ്പിട്ടിട്ട് ചുമ്മാ പൊരിച്ചെടുത്തതാണ്. നമ്മൾ ഓംലെറ്റിനൊക്കെ പിള്ളേർക്ക് പൊരിച്ച് കൊടുക്കുന്നത്. അത് 4ആയിട്ട് കീറിയിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് മെൽറ്റ് ആവുന്നതിന് മുമ്പ് എടുത്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ ചീസ് മെൽറ്റ് ആയി കഴിഞ്ഞ് വെച്ചാലും മതി, നോ പ്രോബ്ലം. നമ്മൾ മുട്ട പൊരിച്ച് വെച്ചേക്കില്ല. അപ്പോൾ അത് അതിനകത്ത് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ചീസെല്ലാം മെൽറ്റായി നമ്മുടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ദോശക്കല്ലിൽ ഇരുന്ന് വന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ എൻ്റെ പിള്ളേർ കടയിൽ നിന്ന് മേടിക്കുന്ന ബർഗർ അങ്ങനെ കഴിക്കാറില്ല. കാരണം അത് ഒത്തിരി നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ. പക്ഷേ ഇത് നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.